രണ്ടാമത്തെ ചോദ്യം, ഒരാൾ സാധനങ്ങൾ വീടുകളിലേക്ക് ഡെലിവറി ചെയ്യുന്ന ജോലിയാണ്. ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ജോലി. ആ ജോലിയിൽ ബർത്ത്ഡേ കേക്ക്, ക്രിസ്മസ് കേക്ക്, അങ്ങനത്തെ ആഘോഷവേളകളിലുള്ള സാധനങ്ങൾ, കേക്കും അതുമായി ബന്ധപ്പെട്ട ആഘോഷത്തിനുമായി ഉപയോഗിക്കുന്ന വസ്തുക്കളും ഡെലിവറി ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ഹുക്ം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ദീനുൽ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അഥവാ വർഷത്തിൽ ഒരേ ദിവസം ആവർത്തിക്കപ്പെടുന്ന ഈദ്, ആഘോഷ ദിവസം രണ്ടെണ്ണാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന ലി അഹ്ലിൽ ജാഹിലിയ്യത്തി യൗമാനി ഫീ കുല്ലി സനത്തിൻ യൽഅബൂന ഫീഹിമ. ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് 2 ദിവസങ്ങളുണ്ടായിരുന്നു. എല്ലാ വർഷവും ആ ദിവസത്തിൽ അവർ ആഘോഷിക്കും. ഫലമ്മ ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമ, നിങ്ങൾ ആഘോഷിക്കുന്ന 2 ദിവസങ്ങളുണ്ടല്ലോ, വഖദ് ബദ്ദലക്കുമുല്ലാഹു ഖൈറൻ മിൻഹുമ, ആ 2 ദിവസത്തിനേക്കാൾ ഖൈറായ 2 ദിവസം അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിരിക്കുന്നു. അഥവാ യൗമൽ ഫിത്രി വ യൗമൽ അദ്ഹ, അത് ഫിത്ർ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളുമാണ്. യൗമുൽ ഫിത്റും യൗമുൽ അദ്ഹയും, ഈ 2 ആഘോഷമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടത്. അതല്ലാത്ത എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു ആഘോഷം അത് ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. അത് ആഘോഷിക്കൽ ഹറാമാണ്. മനുഷ്യരുടെ ബർത്ത്ഡേ ആഘോഷം അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്ക്, ഹറാമായ ആഘോഷങ്ങളിലേക്ക് അതിനോട് സഹകരിക്കുന്നതും അതിനോട് സഹായിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യലും ഹറാമാണെന്നാണ് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് രീതിയിൽ ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കുന്നു, അവിടേക്ക് ആ ആഘോഷത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക, അതേപോലെ തന്നെ അതിനെ പരസ്യപ്പെടുത്തുക, അതിനുവേണ്ടി സമ്മാനങ്ങൾ കരുതുക, സമ്മാനങ്ങൾ നൽകുക, അതിൻ്റെ ആശംസകൾ അറിയിക്കുക, അതൊക്കെ ഹറാമിനെ സഹായിക്കലാണ്, ഹറാമിനോട് സഹകരിക്കലാണ്, അത് ഹറാമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്കുള്ള ഓർഡർ ചെയ്യുന്ന സാധനം, ഡെലിവറി ചെയ്യുന്ന സാധനം, അത് ഡെലിവറി ചെയ്യൽ ഹറാമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ ആയത്താണ്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പരസ്പരം നന്മയിലും തഖ്വയിലും സഹകരിക്കുക, സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം ദേഷ്യമുണ്ടാക്കുന്നതിലും തെറ്റുകളിലും ഹറാമുകളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, സഹായിക്കരുത് എന്നുള്ള ആയത്താണ്. അതാണ് ഈ ഫത്വയിൽ പറയാനുള്ളത്.